ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ബൈബിൾ സ്റ്റഡിക്കായിട്ട് കൂടി വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ കൂടിവരവ് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ബുധനാഴ്ചയും ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിൽ അടുത്ത് വന്ന് തിരുവചനം പഠിപ്പാനായിട്ട് നൽകി തരുന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടെ ഒരുമിച്ച് തിരുവചനം കർത്താവെ ധ്യാനിപ്പാനും പഠിപ്പാനും ഞങ്ങളുടെ ഹൃദയത്തിലെ ആഴത്തിൽ എഴുതപ്പെടുവാനും അവിടുന്ന് സംഗതിയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൂരത്തും ചാരിത്തുമായിരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. അവിടുത്തെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. അടിയനെയും ബലഹീനം കുറവുകാരനും ദോഷിയുമായ അടിയനെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുക്കണം, ഒരു കൂടുതലായി ഉപയോഗിക്കണം. കർത്താവെ, അവിടുന്ന് മാത്രം മഹത്വം എടുക്കണം. കേൾക്കുവാൻ എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് ഒരുക്കിക്കാൻ, സകലവും തിരുനാമത്തിന്റെ മഹത്വത്തിനായി പുകഴ്ചയ്ക്കായി തീരുവാൻ കർത്താവ് സംഗതിയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ആമുഖം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു. അപ്പോസ്തലനായ പൗലോസ് 2-ാം അധ്യായത്തിൽ നിന്ന് 3-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ ഒരു ടേൺ ഓഫ് ദ കോഴ്സ് ഓഫ് ഹിസ് സ്പീച്ച്, താന് പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് അവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഫൈനലി ബ്രദറൻ, അല്ലെങ്കിൽ ഒടുവിൽ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് താന് അത് ആരംഭിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒടുവിൽ സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ താൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അല്പം ഒരു വ്യതിയാനം പറഞ്ഞു വന്നതിന് കാണിക്കുകയാണ്. ഫൈനലി ബ്രദേഴ്സ് റിജോയ്സ് ഇൻ ദ ലോർഡ്, ഒടുവിൽ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പും ആകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിനെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന കാര്യം വീണ്ടും അവരോട് പറയുമ്പോൾ അതൊരു റെപ്പറ്റീഷനായിട്ട്, ഇതിനു മുമ്പും താനത് പറഞ്ഞു, എന്നാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു വിരസത ഉണ്ടാകുമെങ്കിലും പൗലോസ് പറയുകയാണ്, അത് വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നതിൽ ഐ ഹാവ് നോ ട്രബിൾ, എനിക്ക് യാതൊരു മടുപ്പുമില്ല, യാതൊരു വിഷമവുമില്ല. കാരണം ഇറ്റ് ഈസ് എ സേഫ് ഗാർഡ് ഫോർ യു, അത് നിങ്ങൾക്കൊരു ഉറപ്പാണ്, അത് നിങ്ങൾക്കൊരു സുരക്ഷിതത്വമാണെന്ന്. കാരണം മറ്റുള്ളതിലൊന്നും സന്തോഷിക്കാതെ വീണ്ടും കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വീണ്ടും അവരോട് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്സ് so that it may be confirmed in their minds, അവരുടെ ഹൃദയങ്ങളിൽ അത് ഉറപ്പാകുന്നതിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി, സാഹചര്യങ്ങളോ വ്യക്തികളോ ആളുകളോ വിമർശനങ്ങളോ രോഗങ്ങളോ പ്രതിസന്ധികളോ ദുരിതങ്ങളോ ഒക്കെ തന്നെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയേക്കാം, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൽ സന്തോഷിപ്പീൻ. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ചിലപ്പോൾ ആളുകൾ നമ്മെ അഭിനന്ദിച്ചാൽ, നമ്മെക്കുറിച്ച് വളരെ നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല വിജയം ലഭിച്ചാൽ, നല്ല ജോലി ലഭിച്ചാൽ, നല്ല വാഹനം വാങ്ങിയാൽ, നല്ലൊരു ഭവനം പണിതാൽ, പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷിപ്പാനായിട്ട്. എന്നാൽ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്ന രോഗമോ പ്രയാസമോ ദുരിതമോ വിമർശനങ്ങളോ ശത്രുതയോ ഒക്കെ നമുക്ക് നേരിട്ടെന്നും വരാം. എന്നാൽ ഇതിലൊന്നും മടുത്തു പോകാതെ, ഇതിലൊന്നും കുലുക്കമില്ലാത്തവരായിട്ട്, ഇതൊന്നും നമ്മെ നമ്മുടെ സന്തോഷത്തിൽ, കർത്താവിലുള്ള സന്തോഷത്തിൽ നിന്ന്
വേർപെടുത്താത്തവരായിട്ട് നാം ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടെ ഫിലിപ്പിയിലെ വിശ്വാസികളെ താൻ ഓർപ്പിക്കുകയാണ്. കാരണം ഒരു സാഹചര്യവും തന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിലുള്ള സന്തോഷത്തിൽ നിന്ന്, കർത്താവിൽ താൻ സന്തോഷം കണ്ടെത്തുന്നതിൽ നിന്ന് തന്നെ ഒരിക്കലും പിന്തിരിപ്പിച്ചിട്ടില്ല. അത് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് നന്നായിട്ട് അറിയാം. വളരെ അടികൊണ്ട് ദേഹം മുഴുവൻ പൊട്ടി വേദനയുമായിട്ട് വീണ്ടും കാല് ആമത്തിലിട്ട് ജയിലിൽ കിടക്കുമ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും തുടർന്നുള്ള അനുഭവങ്ങൾ നന്നായിട്ട് അറിയാവുന്നവരാണ് ഫിലിപ്പിയിലെ വിശ്വാസികൾ. അവരോട് വീണ്ടും പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പിന്നീട് താൻ പറയുകയാണ്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ, മൂന്ന് പേരുകളാണ് അവിടെ പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ലുക്ക് ഔട്ട് ഫോർ ദ ഡോഗ്സ്, ലുക്ക് ഔട്ട് ഫോർ ദ ഈവിൾ ഡൂവേഴ്സ്, ലുക്ക് ഔട്ട് ഫോർ ദോസ് ഹു മ്യൂട്ടിലേറ്റ് ദ ഫ്ലഷ്. നായ്ക്കൾ, ചിലരെങ്കിലും ചിന്തിക്കുക പൗലോസിനെ പോലെ ഒരു അപ്പോസ്തലൻ മറ്റുള്ളവരെ നായ്ക്കൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന്. അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം, നായ്ക്കൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് പത്രോസിന്റെ 2-ാം ലേഖനം 21-ഉം 22-ഉം അധ്യായങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന. അവിടെയും നായ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 2 Peter chapter 2 verses 21 and 22, 21-ഉം 22-ഉം വാക്യങ്ങൾ. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അതായത് വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നവരെ, വിശ്വാസം ഉപേക്ഷിച്ച് പിന്നോക്കം പോകുന്നവരെ കുറിച്ചാണ്. നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അത് വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് ഭവിച്ചു. അതായത് വിശ്വാസം ഒരിക്കൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ശേഷം വീണ്ടും തങ്ങളുടെ പഴയ പ്രവർത്തികളിലേക്ക് മടങ്ങിപ്പോകുന്നവരെ, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അത് കുടുങ്ങിപ്പോയാൽ സ്വന്തം ഛർദി വീണ്ടും ഭക്ഷിക്കുന്നത് നായ്ക്കൾ മാത്രമാണ്. അവരെ പോലെ ആയിത്തീരും. ആ ഒരു യൂസേജ്, ആ ഒരു പദപ്രയോഗം പൗലോസ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൃപയുടെ സുവിശേഷം അറിഞ്ഞിട്ടും പിന്നെയും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലേക്ക് വിശ്വാസ സമൂഹത്തെ തിരിക്കുകയും സ്വയം അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നവരായ ആളുകളെയാണ് ഇവിടെ നായ്ക്കൾ എന്ന് വിളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് എപ്പോഴും പ്രസംഗിച്ചത് ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്നാണ്, കൃപയുടെ സുവിശേഷം. കൃപ നമുക്കറിയാം, നാം ഒന്നും ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ ദാനമായി, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് അർഹിക്കാത്തത് ലഭിക്കുന്നതായിട്ടുള്ള ആ വലിയ ദാനത്തെ, അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അപ്പൊ രക്ഷ ദൈവത്തിന്റെ കൃപയാണ്. കൃപയാൽ വിശ്വാസം മൂലം അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബൈ ഗ്രേസ് വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാണുവാനായിട്ട് ഈ കൃപയുടെ സുവിശേഷമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടല്ല, ഞാൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടല്ല, ഞാൻ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, വിളക്ക് കത്തിച്ചത് കൊണ്ടോ, എണ്ണ കൊടുത്തത് കൊണ്ടോ, വഴിപാടുകൾ അർപ്പിച്ചത് കൊണ്ടോ, യാഗം അർപ്പിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടതാണ്. അതാണ് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷ ഞാൻ എൻ്റെ ഒരു പ്രവൃത്തിയുമല്ല എന്നെ രക്ഷയ്ക്ക് യോഗ്യനാക്കുന്നത്. രക്ഷ എനിക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് എപ്പോഴും തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോഴും, താൻ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോഴും കൃപയുടെ സുവിശേഷം എന്നാണ്. കൃപയുടെ സുവിശേഷം നമുക്കറിയാം. എഫേസ്യ ലേഖനം
എഫെസോസിലെ മൂപ്പന്മാരെ വരുത്തി താൻ പറയുമ്പോഴും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിപ്പാൻ തീരുമാനിച്ച് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി നമ്മെ വീണ്ടെടുത്തതായിട്ടുള്ള ആ സുവിശേഷത്തെക്കുറിച്ച്. അതുകൊണ്ട് കൃപയുടെ സുവിശേഷം അറിഞ്ഞിട്ടും പിന്നെ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവരെയാണ് ദോസ് മെൻ ഹു ഡു ഈവിൾ. ഡോഗ്സ് എന്ന് പറയുന്നുണ്ട്, നായ്ക്കൾ എന്ന് പറയുന്നുണ്ട്, ആകാത്ത വേലക്കാർ, ദോഷം പ്രസംഗിക്കുന്നവർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. മാത്രവുമല്ല മ്യൂട്ടിലിറ്റേഴ്സ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പരിച്ഛേദനക്കാരെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് അല്പം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ക്രിസ്ത്യാനികളായവരെല്ലാം തന്നെ യഹൂദന്മാരായിരുന്നു. യഹൂദ മതത്തിൽ നിന്നുള്ളവരാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ആദ്യം യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും പിന്നെ ശമര്യയിലും എന്നാണല്ലോ കർത്താവ് കൊടുത്ത കൽപ്പന തന്നെ. അതുകൊണ്ട് ആദ്യം അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിച്ചത് പ്രസംഗിച്ചതും യെരുശലേമിലും യഹൂദിയയിലും യഹൂദന്മാരുടെ ഇടയിൽ മാത്രമായി. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്നവർ എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു, അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹൂദ മതത്തെ അപ്പൊ യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നോടും നിന്റെ സന്തതിയോടും ഒരു നിയമം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒക്കെ നാം വായിച്ചാൽ അവിടെ കാണാം, നിന്റെ ഭവനത്തിൽ ജനിച്ച ആൺപ്രജയൊക്കെയും ആണുങ്ങളൊക്കെയും പരിച്ഛേദന കഴിക്കണം എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അപ്പൊ പരിച്ഛേദന എന്ന് പറയുന്നത്, അഗ്രചർമ്മം മുറിക്കുക എന്ന് പറയുന്നത് അവര് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളതിന്റെ ശരീരത്തിലെ അടയാളമായി. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ, ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം ആരംഭിക്കുന്നത്. ഞാൻ നിന്നോടും നിന്റെ സന്തതിയോടും ഒരു നിയമം ചെയ്യും, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്നു, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനായാലും ആരായിരുന്നാലും തന്നെ പരിച്ഛേദന ഏൽക്കണം. അതായത് അബ്രഹാമിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ പോലും ആ ഉടമ്പടി സമൂഹത്തിന്റെ ഭാഗമായി തീരുകയാണ്. അതിൻ്റെ ശരീരത്തിലെ അടയാളം. ഇപ്പോൾ ഞാൻ മറ്റൊരു തരത്തിൽ അത് പറഞ്ഞാൽ, ഒരു കോൺഫറൻസിൽ, ഒരു മീറ്റിംഗിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ ആ കോൺഫറൻസിൽ നമ്മളെ അഡ്മിറ്റ് ചെയ്തതിന്റെ, അതിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതിന്റെ അടയാളമായിട്ട് ഒരു ബാഡ്ജ് നമുക്ക് തരും. ആ ബാഡ്ജ് തരുമ്പോൾ ആ ബാഡ്ജ് കുത്തിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും പോകുന്നത്. നമ്മൾ ആ കോൺഫറൻസിൽ എവിടെയൊക്കെ പോകണോ അവിടെ എല്ലാം ആ ബാഡ്ജ് ധരിച്ചുകൊണ്ട് വേണം പോകാൻ. അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അടയാളമായി ദൈവം യഹൂദന്മാർക്ക്, അബ്രഹാമിന്റെ സന്തതിക്ക് ഏൽപ്പിച്ചു കൊടുത്തതായ ഒരു ബാഡ്ജ് അല്ലെങ്കിൽ ഒരു അടയാളം, ശരീരത്തിലെ അടയാളമായിരുന്നു പരിച്ഛേദന എന്ന് പറയും. അതുകൊണ്ട് തന്നെ പരിച്ഛേദനക്കാരും അഗ്രചർമ്മികളും എന്ന് രണ്ട് കൂട്ടരായിട്ടാണ് യഹൂദന്മാരെയും യഹൂദരല്ലാത്തവരെയും വേർതിരിച്ചിരുന്നത്. അപ്പൊ പരിച്ഛേദനക്കാർക്ക് ഉള്ള നിയമങ്ങളുണ്ട്. പരിച്ഛേദനക്കാർക്ക് 10 കൽപ്പനകളെല്ലാം തന്നെ അവർ അനുഷ്ഠിക്കണമായിരുന്നു. പിന്നെ ഭോജന നിയമങ്ങൾ ഉണ്ടായിരുന്നു, ശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള നിയമം ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്ക് വിശദമായി ആ നിയമങ്ങളെ കുറിച്ച്, ശ്വാസം മുട്ടിച്ചത്തത് കഴിക്കാൻ പാടില്ല, രക്തം കഴിക്കാൻ പാടില്ല, കുളമ്പ് കീറിയതല്ലാത്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുവാൻ പാടില്ല, ചത്ത ഒരു മൃഗത്തിന്റെയും മാംസം ഭക്ഷിക്കുവാൻ പാടില്ല. ഇങ്ങനെ അനേക നിയമങ്ങൾ ദൈവം അവർക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറ്ററി ലോസ് അഥവാ ഭോജന നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രായ ലേഖനത്തിലൊക്കെ നാം അത് വായിക്കുന്നു. അപ്പൊ ഇതെല്ലാം പരിച്ഛേദന ഉള്ള സമൂഹത്തിന്റെ അടയാളമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ സുവിശേഷത്തിലേക്ക് അവർ വന്നപ്പോൾ യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായവര് വീണ്ടും ആരൊക്കെ ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായോ അവരെ എല്ലാം ഈ പരിച്ഛേദന ഏൽപ്പിക്കുവാനും യഹൂദ നിയമങ്ങൾ പാലിക്കുവാനും നിർബന്ധിച്ചു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് പത്രോസ് കൈസരിയയിൽ ഇത്താലിയ പട്ടാളത്തിലെ സെഞ്ചൂറിയനായിരുന്ന, ശതാധിപനായിരുന്ന കൊർന്നലിയോസിന്റെ വീട്ടിൽ പോകുന്നു. അതിനൊരു വലിയ പ്രശ്നം തന്നെ യഹൂദ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായി. എന്നാൽ പത്രോസ്
വന്നിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. ദൈവം എന്നെ കാണിച്ചൊരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കൈസരിയയിൽ ഇറ്റാലിയൻ പട്ടാളത്തിലെ അംഗമായിരുന്ന കൊർനെലിയോസിന്റെ വീട്ടിൽ പോയെന്നും അവരും ദൈവം അതിനും വിശ്വസിക്കുകയും അവരെ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യൂ എന്ന് പറഞ്ഞാണ് ആ പ്രശ്നം എന്നാലും അവസാനിക്കുന്നു. എന്നാൽ പോലും യഹൂദ ക്രിസ്ത്യാനികൾ അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായി. അവരെപ്പോഴും തന്നെ യഹൂദ മത നിയമങ്ങൾ അനുസരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരായിരുന്നു. ഗലാത്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പൗലോസ് അത് പറയുന്നുണ്ട്. പത്രോസിനോട് മുഖാമുഖമായിട്ട് താൻ എതിർത്തു നിന്നു. കാരണം അന്ത്യോക്യയിൽ വെച്ച് പത്രോസ് പരിച്ഛേദനക്കാരല്ലാത്തവരോടുകൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. എന്നാൽ യെരുശലേമിൽ നിന്ന് ചില യഹൂദ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ പരിച്ഛേദനക്കാരും മാറിയിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. അത് കണ്ടിട്ട് പൗലോസ് പത്രോസിനോട് എതിർത്തു നിന്നായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പറയുന്നത്, ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത മൈക്യതാർ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ ഒരു വാക്യം നമ്മുടെ ശുശ്രൂഷയിൽ എപ്പോഴും വായിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ചും തിരുവത്താഴ് ശുശ്രൂഷ ഉള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണ്? കൃപയുടെ സുവിശേഷമാണ്. യാതൊരു പ്രവൃത്തിയാലും, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയാലും ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ള കൃപ മാത്രമാണ്. കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതായിട്ടുള്ള ആ സുവിശേഷം. അപ്പോ ഈ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ മേൽ ഈ യഹൂദ മത നിയമങ്ങളുടെ ന്യായപ്രമാണത്തിന്റെ നുകം കൂടി വെച്ചു കൊടുക്കുവാൻ യഹൂദ ക്രിസ്ത്യാനികള് വളരെ പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം തന്നെ ഉണ്ടായി. എന്നാൽ പൗലോസ് അതിനെ ശക്തമായി എതിർത്തു നിൽക്കുന്നു. പൗലോസും ബർന്നബാസും ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പിന്നെ യെരുശലേമിലേക്ക് വരികയും അന്ന് അപ്പോസ്തലന്മാരായിരുന്ന അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ പത്രോസിനോടും പിന്നെ യേശുക്രിസ്തുവിന്റെ സഹോദരൻ കൂടിയായിരുന്ന സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബിനോടും ഒക്കെ ചേർന്ന് അവിടെ യെരുശലേമിൽ ആദ്യത്തെ ഒരു സഭാ കൗൺസിൽ എന്ന് പറയാം, ആദിമ സഭയുടെ ഒരു പ്രത്യേക വിശേഷാൽ യോഗം, അതിലെ മുതിർന്നവരുടെ ഒരു യോഗം കൂടി അവിടെ വെച്ച് പത്രോസും പ്രത്യേകിച്ച് യാക്കോബും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതൊക്കെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ നാം വായിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വഹിപ്പാൻ കഴിയാത്ത ഈ നുകത്തെ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ മേൽ നമ്മൾ വെക്കരുത്. അവരോട് എന്നാൽ ഈ കാര്യങ്ങൾ, വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, അങ്ങനെയുള്ള മാലിന്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞ ഒരു സർക്കുലർ, ഒരു കത്ത് എല്ലാ സഭകളിലേക്കും അയക്കുന്നതായിട്ടും പൗലോസും ബർന്നബാസും ആ കത്ത് സഭകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും ഒക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, പൗലോസൊക്കെ പിന്നെ എവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചോ അവിടെ എല്ലാം തന്നെ പൗലോസിന്റെ പുറകെ ഈ യഹൂദ ക്രിസ്ത്യാനികൾ വ്യക്തമായി. യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി പരിച്ഛേദനയുടെ ഏറ്റെങ്കിൽ മാത്രമേ, ഭോജന നിയമങ്ങളിലൂടെ ആചരിച്ചെങ്കിൽ മാത്രമേ രക്ഷ പൂർത്തിയാകൂ എന്ന് ചിന്തിക്കുന്നവരായിട്ടുള്ള ആളുകൾ എത്തുകയുള്ളായിരുന്നു. അപ്പൊ ആ കാര്യം, ആ സംഭവം ഒന്ന്, അതിനെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പരാമർശിക്കുന്നത്. കാര്യം പൗലോസ് പ്രസംഗം മൂലം വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകളെ ഇവര് പുറകെ ചെന്ന് അവരുടെ ഉപദേശം കൂടെ പറഞ്ഞ് അവരെ തിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം, അത് പുറകെ നടന്ന് ആ പ്രവർത്തനം മറ്റൊരു വിശ്വാസത്തിലേക്ക് തിരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവർത്തനം, അങ്ങനെയുള്ളവരെയാണ് നായ്ക്കളെന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതായത് പഴയ യഹൂദ മത നിയമത്തിലേക്ക് ആളുകളെ പിടിച്ചുകൊണ്ടു പോകുവാൻ കൃപയുടെ സുവിശേഷത്തെ വിട്ട് ഛർദിക്ക് തിരിഞ്ഞ നായെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വീണ്ടും ചെളിയിൽ ശുചിയാക്കപ്പെട്ട ശേഷം വീണ്ടും ചെളിയിൽ ഉരുളുന്ന പന്നി എന്ന പോലെ പഴയ നിയമങ്ങളിലേക്ക് പിന്നെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരായിട്ടുള്ള യഹൂദ ക്രിസ്ത്യാനികളായി പൗലോസിന്റെ വേലയെ എതിർക്കുന്നവരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ നായ്ക്കളെന്നും ആകാത്ത വേലക്കാരെന്നും വിച്ഛേദനക്കാരെന്നും വിളിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അതിന്റെ പശ്ചാത്തലമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ട്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ,
വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നാം ആണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. വി ആർ ദ ട്രൂ സർക്കംസിഷൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. എന്താണ് യഥാർത്ഥ പരിച്ഛേദന? എന്നിട്ട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ യഥാർത്ഥ പരിച്ഛേദന എന്താണെന്നുള്ളതുകൂടെ നാം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യങ്ങളിലൂടെ നമുക്ക് നോക്കണം. റോമർ 2-ന്റെ 28ഉം 29ഉം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇപ്പൊ പൗലോസ് വളരെ വ്യക്തമായി റോമയിലെ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുറമെ യഹൂദനായവൻ, പുറമെ അവൻ പരിച്ഛേദനയേറ്റ ഈ അടയാളം സ്വീകരിച്ച് അവൻ ഈ ഉടമ്പടി സമൂഹത്തിന്റെ ഭാഗമായെങ്കിൽ അവനല്ല യഥാർത്ഥൻ. ഹൃദയത്തിനാണ് പരിച്ഛേദന ഉണ്ടാകേണ്ടത്. അകമേ യഹൂദനായവനാണ് യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിന്റെ പരിച്ഛേദന, ആത്മാവിലെ ഹൃദയത്തിൽ ഒരു പരിച്ഛേദന നടക്കണം എന്ന് പറയുന്നു. ഇത് പൗലോസ് മാത്രം പറയുന്ന ഒരു കാര്യമല്ല, ഇത് പ്രവാചകന്മാർ പോലും പ്രസംഗിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കിയാൽ, യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യിരെമ്യാ പ്രവാചകനും ഇത് തന്നെ ഇസ്രായേൽ ജനതയെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും തടുത്തുകൂടാതെ വണ്ണം, ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ദുഷ്ടത നീക്കിക്കളവീൻ, നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. ഹൃദയത്തിനൊരു പരിച്ഛേദന, ഒരു ഹാർട്ട് സർജറി നടക്കണം എന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് പൗലോസ് റോമാലേഖനം 2-ാം അധ്യായത്തിലും പറയുന്നത്. ആത്മാവിനാൽ ഹൃദയത്തിനൊരു പരിച്ഛേദന നടക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥ ആരാധനക്കാരെന്ന് പറയുന്നത്. നാമല്ലോ യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ തന്നെ. It is we who are the circumcision, we who worship by the Spirit of God, who glory in Christ Jesus, who put no confidence in the flesh, who glory in Christ Jesus and who put no confidence in the flesh. So we are the true circumcision. We are the people who worship in the Spirit of God. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. യഥാർത്ഥ ഹൃദയ പരിച്ഛേദന ആർക്കാണെന്ന് പൗലോസ് പറയുകയാണ്, who glory in Christ Jesus, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ. who put no confidence in the flesh, ജഡത്തിൽ ആശ്രയിക്കാതെ യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാരെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവർ, യഥാർത്ഥ ആരാധന എന്താണ്? ആത്മാവിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ ആത്മാവിന് പ്രവർത്തിക്കുവാനായിട്ടുള്ള വലിയൊരു ഒരു 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 സ്പേസ് നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്വയം കയറി അവിടെ നിൽക്കും. അതിനെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും ഒന്നുകിൽ കർത്താവിൽ പ്രശംസിക്കുന്നവർ അല്ലെങ്കിൽ സ്വയമായി പ്രശംസിക്കുന്നവർ. അല്ലാതെ വേറെ നമ്മൾ ആരെ നോക്കിയാലും, പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഇടയിൽ നോക്കിയാൽ, ഒന്നുകിൽ സ്വയപ്രശംസക്കാർ അല്ലെങ്കിൽ കർത്താവിൽ പ്രശംസിക്കും. കർത്താവിന് മഹത്വം കൊടുക്കാതെ ചെയ്യുന്നതെല്ലാം തന്നെ സ്വയപ്രശംസ. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് കൊണ്ട് ആരാധിക്കണമെങ്കിൽ ആത്മാവിലുള്ള ആരാധനയുടെ ഒരു 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 എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ. സോ എവ്രിബഡി ഈസ് എ ബോസ്റ്റർ. ബോസ്റ്റ് ചെയ്യുന്നവനാണ് ഐദർ ഇൻ ക്രൈസ്റ്റ് ഓർ ഇൻ ഹിംസെൽഫ്.
എന്തിലെങ്കിലും പ്രശംസ കണ്ടെത്തുന്നതായിട്ടുള്ള ആളുകൾ. ചിലർക്ക് സുവിശേഷ വേല പോലും ഒരു പ്രശംസയായിട്ട് തീരും. ചിലരുടെ താഴ്മ പോലും അവരെ താഴ്മക്കാരാണെന്ന്, താഴ്മയുള്ളവരാണെന്ന് പറയുവാൻ, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ, അങ്ങനെ പറയിപ്പിച്ച് അതിലൊരു പ്രശംസ കണ്ടെത്തുന്നു. അപ്പൊ എല്ലാത്തിലും പൊങ്ങച്ചം പറയുന്നവരെ മാത്രം നമ്മൾ പ്രശംസക്കാരായിട്ട് പലപ്പോഴും കൂട്ടും. എനിക്ക് 10 വീടുണ്ട്, എനിക്ക് 50 ലക്ഷം രൂപയുടെ ഒരു കാറുണ്ട്, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മിടുക്കന്മാരാണ്, അവരെല്ലാം വലിയ ഉദ്യോഗസ്ഥരാണ്, നല്ല പഠിത്തക്കാരാണ്, ഞാൻ ഇന്നതൊക്കെ പഠിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ മിടുക്കൊണ്ടും ഞാൻ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നവരെ നമ്മൾ പൊങ്ങച്ചക്കാരെന്നും സ്വയം പ്രശംസക്കാരെന്നും സ്വയം തന്നെത്താൻ ഉയർത്തുന്നവരെന്നും ഒക്കെ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അത് മാത്രമൊന്നും അല്ല സ്വയം പ്രശംസ എന്ന് പറയുന്നത്. സ്വയം പ്രശംസ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗൂഢ മനുഷ്യനുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ഗൂഢ മനുഷ്യന്റെ ഉള്ളിലെ വിചാരം അറിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ഞാൻ ഏത് കാരണം കൊണ്ട് ഇത് ചെയ്യുന്നു, ഇതിന്റെ പുറകിലെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവർ എന്നെ പ്രശംസിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ കണ്ടെത്തുവാനോ ആണോ എന്നുള്ളത് നമ്മെ തന്നെ ശോധന ചെയ്യും. പ്രിയമുള്ളവരെ, ഐദർ വി ബോസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഓർ വി ബോസ്റ്റ് ഇൻ അവർസെൽസ്. നമ്മൾ ഒന്നുകിൽ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ നമ്മിൽ തന്നെ പ്രശംസിക്കും. നമ്മുടെ പബ്ലിക്കേഷൻസ് എല്ലാം തന്നെ, നാം പരസ്യ പ്രചരണങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ, അവിടൊക്കെ നമ്മൾ ഒരു പക്ഷേ നമ്മെ തന്നെ താഴ്ത്തിയായിരിക്കും. പക്ഷെ യഥാർത്ഥ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും. സുവിശേഷ വേലയായാലും, പ്രാർത്ഥനയായാലും, പ്രസംഗമായാലും, ബൈബിൾ ക്ലാസ് എടുക്കുന്നതായാലും, എന്തായിരുന്നാലും അതിന്റെ പിമ്പിലെ ഉദ്ദേശം ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലതെന്നോ മിടുക്കനെന്നോ നല്ല പ്രസംഗകനെന്നോ ഒക്കെ പറയാനോ പറയിപ്പിക്കാനോ ആണെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിലല്ല പ്രശംസിക്കുന്നത്, നാം നമ്മിൽ തന്നെ പ്രശംസിക്കുന്നവർ. ഒന്നുകിൽ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മിൽ തന്നെ പ്രശംസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുമ്പോൾ ഫിലിപ്പി ലേഖനത്തിന്റെ എഫേസ്യ ലേഖനത്തിന് തൊട്ട് മുമ്പാണല്ലോ 6-ാം അധ്യായം, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പരിച്ഛേദനക്കാരെ കുറിച്ച് പറയുന്നു. പരിച്ഛേദനക്കാർ തന്നെ ഈ ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. അവർ പരിച്ഛേദന ഏൽക്കുന്നതേ ഉള്ളൂ, ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. അപ്പോ പരിച്ഛേദന ജഡത്തിൽ പ്രശംസിക്കാൻ വേണ്ടിയായിരുന്നു പലരും ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് ഞാൻ ആരെയും വിമർശിക്കുവാൻ വേണ്ടി പറയുന്നതല്ല. സ്നാനപ്പെടുന്നതും ജഡത്തിൽ പ്രശംസിക്കാനാണോ? ജഡത്തിൽ പ്രശംസിക്കാൻ വേണ്ടി ഞാൻ സ്നാനപ്പെട്ടതാണെന്ന് പറയും. അല്ലെങ്കിൽ കുർബാന കൊള്ളുന്നത്, ഞാൻ മുടങ്ങാതെ കുർബാന അനുഷ്ഠിക്കുന്നത്, കുർബാന കൊള്ളുന്നത് ജഡത്തിൽ പ്രശംസിക്കാൻ വേണ്ടിയാണോ? ഇതൊക്കെ തന്നെ ഒരു ആചാരങ്ങളായി മാറി. അതൊക്കെ മുടങ്ങാതെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുടങ്ങാതെ ആരാധിക്കുന്നു, മുടങ്ങാതെ വേദപുസ്തകം വായിക്കുന്നു, മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു സ്വയപ്രശംസയ്ക്ക് വേണ്ടിയുള്ള ഉപാധികളായി തീരുന്നു എന്ന് നാം പരിശോധിക്കണം. പൗലോസ് എന്നിട്ട് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയുന്നു. മേ ഐ നെവർ ബോസ്റ്റ് എക്സെപ്റ്റ് ഇൻ ദ ക്രോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മേ ഐ നെവർ ബോസ്റ്റ് except in the cross of our Lord Jesus Christ, through which the world has been crucified to me and I to the world. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരേ ഒരു പ്രശംസ, എൻ്റെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം. മഹത്വ പ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശെ നോക്കി ഞാൻ ലോക ലാഭ ഡംബങ്ങൾ എല്ലാം നഷ്ടം നിന്ദ്യമെന്ന് എണ്ണുന്നേ. പണ്ഡിത രമാബായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ പ്രശംസ എവിടാണ്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരും. ജഡത്തിൽ ആശ്രയിക്കുന്നവരാണ് ജഡത്തിൽ പ്രശംസിക്കുന്നത്. ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ ആത്മാവിൽ പ്രശംസിക്കും. ജഡത്തിൽ ആശ്രയിക്കുന്നവർ, ജഡത്തിൽ ആശ്രയിക്കാൻ പാകയുണ്ടോ?
പൗലോസ് പറയുകയാണ്, ആർക്കേലും ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിൽ, if anybody has reasons to put his confidence in the flesh, I have more reasons than them. ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിൽ അവരെല്ലാവരെക്കാളും കൂടുതൽ ജഡത്തിൽ ആശ്രയിക്കാൻ വകയുള്ള വ്യക്തിയാണ് ഞാൻ. യഹൂദ ക്രിസ്ത്യാനികളോട് തന്നെ പറയുകയാണ്, ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരെക്കാളും കൂടുതൽ ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ താൻ പറയുന്നുണ്ടല്ലോ, ഒന്നാമത് പറയുന്നത് പരിച്ഛേദനയെ സംബന്ധിച്ച് തന്നെയാണ്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. അവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 17:12 ഉൽപ്പത്തി പുസ്തകം 17:12 എടുത്ത് നാം വായിച്ചാൽ അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷ പ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, അവൻ എന്റെ നിയമം ലംഘിച്ചുമിരിക്കും. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആർക്കേലും പരിച്ഛേദനയെ കുറിച്ച് പ്രശംസിപ്പാനുണ്ടെങ്കിൽ എനിക്ക് അവരെല്ലാവരെക്കാളും കൂടുതൽ പ്രശംസിപ്പാനുണ്ട്. കാരണം ഞാൻ 8-ാമത്തെ ദിവസം പരിച്ഛേദന ഏറ്റവനാണ്. അപ്പൊ ജഡത്തിലുള്ള ആശ്രയവും പ്രശംസയും നീങ്ങണമെന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ശരീരത്തിലുള്ള ഒരു പരിച്ഛേദന അല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഹാർട്ട് സർജറി തന്നെ നടക്കണം. ഹൃദയത്തിന് ഒരു സർജറി നടന്നെങ്കിലേ, ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രശംസിക്കുവാനായിട്ട്, കർത്താവിൽ പ്രശംസിക്കുവാനായിട്ട്, ക്രൂശിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയും. പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും പ്രശംസിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല, എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് നാം വായിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആരെക്കുറിച്ചെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ ഞാൻ ആ മനുഷ്യനെ കുറിച്ച് തന്നെ പ്രശംസിക്കും. അത് പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതായിട്ടാണ് വേദപണ്ഡിതന്മാർ പലരും ചിന്തിക്കുന്നത്. കാരണം ഒരിക്കൽ എപ്പോഴോ ഒരവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ ദർശനം അവനുണ്ടായി. ആ ദിവ്യ ദർശനത്തിൽ താന് ഈ ശരീരം വിട്ട് ആത്മാവിലായി താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ആ മനുഷ്യനെ കുറിച്ച് അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, ദൈവം അറിയുന്നു, 4-ാമത്തെ വാക്യം, മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടുവെന്ന് ഞാൻ അറിയുന്നു, അവനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കും. എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകൾ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. എന്നെ കുറിച്ചോ ഞാൻ ബലഹീനതകളിൽ മാത്രമേ പ്രശംസിക്കുകയുള്ളൂ. അവിടെ താഴോട്ട് വരുമ്പോഴാണ് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നൊക്കെ കർത്താവിനോട് പറയുന്നു. എന്നാൽ താൻ പറയുന്നുണ്ട്, ഞാൻ നിഗളിച്ചു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ, 2 കൊരിന്ത്യർ 12:7, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പൊ പൗലോസ് അപ്പോസ്തലന് ഈ വെളിപ്പാടുകളെല്ലാം തന്നെ ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ച് ആധികാരികമായി, കൃപയുടെ സുവിശേഷത്തെ കുറിച്ച്, കൃപയാൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ച്, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് അറിവ് തരുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ജാതികളുടെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്ത് പുതിയ നിയമത്തിലെ 13 ലേഖനങ്ങൾ എഴുതപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് ഇത്രയധികം വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചിട്ടും വചന പരിജ്ഞാനം ലഭിച്ചിട്ടും താനെ നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം ഒരു ദൂതനെ ജഡത്തിൽ ഒരു ശൂലം കൊടുത്തിരിക്കും. അതായത് ദൈവം കൊടുത്ത വെളിപ്പാടുകളെ കൗണ്ടർ ബാലൻസ് ചെയ്യുവാൻ, അതായത് ഇത്രയും വെളിപ്പാടുകൾ ലഭിച്ചു കഴിഞ്ഞപ്പം താൻ തന്നെ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ ഒരു ബലഹീനത എന്തോ കൊടുത്തിരിക്കുന്നു. അത് രോഗമായിരിക്കാം,
എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ കഴിയുന്നില്ല. ഏതായാലും അതിന്റെ ഒരു കൗണ്ടർ ബാലൻസ് അവിടെ നമുക്ക് കാണുവാനായിട്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ രാത്രിയിൽ നാം ഈ വചനം പഠിക്കുമ്പോൾ നാം അത് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കണം. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ദൈവം തന്ന കൃപകളും താലന്തുകളും കൃപാവരങ്ങളും ഒക്കെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ടു മാഗ്നിഫൈ ക്രൈസ്റ്റ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡത്തിൽ ഇരിക്കുന്നെങ്കിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി. ജീവിച്ചാലും മരിച്ചാലും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായിട്ട് മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവർ തന്നെ. ഒരേ ഒരു ആഗ്രഹം മാത്രമേ തനിക്കുള്ളൂ, തൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ, എൻ്റെ ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടും. ദൈവം കർത്താവ് മഹത്വപ്പെടണമെങ്കിൽ പൗലോസ് ജഡത്തിൽ പുകഴ്ച എടുത്താൽ, ജഡത്തിൽ താൻ പ്രശംസിച്ചാൽ കർത്താവ് മഹത്വപ്പെടത്തില്ല, പൗലോസിന്റെ ജഡമേ മഹത്വപ്പെടുത്തുള്ളൂ. പൗലോസിന്റെ ജഡം പൗലോസാണ് പ്രശംസ എടുക്കുന്നത്. എന്നാൽ കർത്താവിൽ പ്രശംസിക്കുന്നു. നാം ആണ് യഥാർത്ഥ ആത്മാവിലുള്ള ആരാധനക്കാർ, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് പൗലോസിന് പോലും ജഡത്തിൽ കുത്തുവാൻ ഒരു ദൂതനെ, ജഡത്തിൽ ഒരു ശൂലം കൊടുത്തു, ഒരു സാത്താന്റെ ദൂതനെ. പൗലോസ് പോലും നിഗളിച്ചു പോകാതിരിക്കാൻ. അപ്പോ നിഗളം എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു സ്വഭാവമാണ്. പിശാച് നിഗളിച്ചു പോയി. പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന കെണിയിൽ അകപ്പെടാതിരിപ്പാൻ പുതു ശിഷ്യനും അരുതത്. അപ്പൊ പിശാച് വീണുപോയതിന്റെ കാരണം എന്താ? നിഗളം. നിഗളം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന എപ്പോഴാ? നമ്മളെ പ്രശംസ നമ്മിൽ തന്നെ ആകുമ്പോഴാണ്. അതായത് നമ്മളെ സെൽഫ് സെന്റേഡ്, സ്വയം അവിടെ ഉണ്ടോ, അവിടെ എല്ലാം സ്വയം പ്രശംസ. എന്തെങ്കിലും സംഭാവന പള്ളിക്ക് കൊടുത്തെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് കൊടുത്തെങ്കിൽ, സുവിശേഷ വേലക്കാർക്ക് കൊടുത്തെങ്കിൽ അതൊക്കെ നമ്മൾ പുറത്തു പറയുകയും അതിലൊരു സംതൃപ്തി കണ്ടെത്തുകയും ഒരു പ്രശംസ എടുക്കുകയും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്താലും കർത്താവ് വളരെ അങ്ങനെയുള്ളവരെയാണ് കപടഭക്തിക്കാരെന്ന് പറയുന്നത്. കർത്താവ് എപ്പോഴും നിശിതമായി വിമർശിച്ച, തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ നിഗള മനോഭാവത്തെയാണ്. മനുഷ്യന്റെ പുകഴ്ചയ്ക്കായി തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ഭിക്ഷ കൊടുക്കുമ്പോൾ മുമ്പിൽ കാഹളം ഊതിക്കുന്നവർ, ഉപവസിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ, അവരെയൊക്കെ കർത്താവ് കപടഭക്തിക്കാരെന്ന് വിളിച്ചു. മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയും. നമുക്കെല്ലാം അറിയാം, പരീശനും ചുങ്കക്കാരനും. പരീശൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രശംസിക്കുകയാണ്, ഞാൻ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല. ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ എന്താ അവകാശം? എന്നാൽ ചുങ്കക്കാരനോ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും എനിക്ക് അർഹതയില്ലെന്നുള്ള ബോധ്യത്തോടെ മാറത്തടിച്ച് താൻ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. പ്രിയമുള്ളവരെ, പ്രശംസ, നിഗളം എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമാണ്. യഥാർത്ഥത്തിലുള്ള ആരാധന നിഗളത്തിൽ സാധ്യമാകുകയില്ല. ജഡത്തിൽ ആശ്രയിക്കുന്നവൻ, പ്രവർത്തികളിൽ പ്രശംസിക്കുന്നവൻ, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനല്ല. പൗലോസ് പറയുകയാണ്, ആർക്കെങ്കിലും പ്രശംസിക്കാൻ വകയുണ്ടെങ്കിൽ, യഹൂദ ക്രിസ്ത്യാനികള് പരിച്ഛേദനയിൽ പ്രശംസിക്കുന്നെങ്കിൽ, ഞാൻ 8-ാമത്തെ ദിവസം കൃത്യമായി ന്യായപ്രമാണത്തിന്റെ നിയമപ്രകാരം, ദൈവം അബ്രഹാമിന് കൊടുത്ത നിയമപ്രകാരം കൃത്യമായി പരിച്ഛേദന ഏറ്റവനാണ്. പിന്നെ താൻ പറയുകയാണ്, 5-ാമത്തെ വാക്യം, ഇസ്രായേൽ ജാതിക്കാരൻ, ഞാനൊരു ഇസ്രായേല്യനാണ്. താഴോട്ട് വരുമ്പം പറയുന്നുണ്ട്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. അതെന്താണ്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ വല്യപ്പനും വല്യമ്മയും എല്ലാം യഹൂദ ജാതിക്കാർ തന്നെ. അല്ല, ഐ എം നോട്ട് പാർട്ട് ഓഫ് എ മിക്സഡ് റേസ്. ഞാന് മറ്റാരെങ്കിലും ജാതിക്കാരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരു യഹൂദൻ ഉണ്ടായതോ അല്ലെ യഹൂദ സ്ത്രീക്കുണ്ടായതായ മകനല്ല. ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. ശുദ്ധ, നമ്മൾ പറയില്ല, ശുദ്ധ ക്രിസ്ത്യാനി അല്ലെ സത്യ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയുന്നത് പോലെ പൗലോസ് പറയുകയാണ്. പൗലോസ് ഇതൊന്നും തന്റെ പ്രശംസയ്ക്കായിട്ട് പറയുകയല്ല.
അതിനെ പറഞ്ഞിട്ട് താൻ പറയുന്നു, പിന്നെ പറയുന്നു, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. ബെന്യാമീൻ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെന്യാമീൻ ഗോത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു, ശൗല്. മാത്രമല്ല, യാക്കോബ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ഭാര്യയായ റാഹേലിൽ ഉണ്ടായ 2 കുഞ്ഞുങ്ങളാണ് യോസഫും ബെന്യാമീൻ. ബെന്യാമീനെയും യാക്കോബ് അത്രയധികം സ്നേഹിച്ചു. മാത്രമല്ല, ബെന്യാമീൻ ഗോത്രക്കാരെ കുറിച്ച് പിന്നെയും പറയാനുണ്ട്. ഇസ്രായേൽ രാജ്യം 2ആയി വിഭാഗിക്കപ്പെട്ടപ്പോൾ 10 ഗോത്രങ്ങളെ വഴിതെറ്റിപ്പോയപ്പോൾ, 10 ഗോത്രങ്ങള് മറ്റേ യൊരേബയാമിന്റെ കീഴിൽ പോയപ്പോൾ, യഹൂദ ഗോത്രത്തോട് ചേർന്ന് നിന്ന് അന്ന് ആ സത്യവിശ്വാസം സൂക്ഷിച്ച ഗോത്രമാണ് ചെറുതെങ്കിലും ബെന്യാമീൻ ഗോത്രം. അതുകൊണ്ട് ബെന്യാമീൻ ഗോത്രം എന്ന് പറയുന്നത് ഒരു പേരുള്ള ഗോത്രം തന്നെ. സത്യവിശ്വാസത്തിന് വേണ്ടി നിന്ന ഗോത്രത്തിൽപ്പെട്ടവൻ. യാതൊരു മിശ്ര വിവാഹത്തിൽ നിന്നുണ്ടായ ഒരു സന്തതിയല്ല. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. പിന്നെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശന്മാരെ അക്കാലത്ത് വളരെ ഉന്നത നിലയിലാണ് പരീശൻ എന്ന് പറയുമ്പോൾ. നമ്മൾ ഇന്ന് പരീശന്മാരെ കപടഭക്തിക്കാരായിട്ടൊക്കെ കാണുന്നെങ്കിലും യഹൂദ സമൂഹത്തിൽ പരീശന്മാർക്ക് ഉന്നതമായ ഒരു നിലവാരം ഉണ്ടായിരുന്നു. അവർ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുന്നവരാണെന്നുള്ള ഒരു ബോധ്യം അവരെ കുറിച്ചുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ പിതാക്കന്മാരുടെ മതം സംബന്ധിച്ചുള്ള എരിവ് കൂടി പിതാക്കന്മാരുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ക്രിസ്തു സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. അത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. എന്റെ സമപ്രായക്കാരെക്കാൾ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നാം വായിച്ചാൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ, യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. പിതൃപാരമ്പര്യത്തെ കുറിച്ച്, ഫെയ്ത്ത് ഓഫ് ദ ഫാദേഴ്സ്, പിതാക്കന്മാരുടെ വിശ്വാസത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു. അങ്ങനെ വളരെ എരിവുള്ളവനായി, തീഷ്ണതയുള്ളവനായിട്ട് പ്രവർത്തിച്ചതാണ്. ഒരു പൊത്തുവരുത്തക്കാരനല്ലായിരുന്നു, വളരെ തീഷ്ണതയുള്ളവനായിട്ട് പ്രവർത്തിച്ചവൻ. പിന്നെ പറയുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. പ്രിയമുള്ളവരെ, ഇത് മാത്രമല്ല, പൗലോസ് എല്ലാം പറഞ്ഞിട്ടില്ല. പൗലോസിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തില് പൗലോസ് തന്റെ സാക്ഷ്യം പറയുമ്പോൾ 3-ാമത്തെ വാക്യം, പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന്, ഈ നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനും ആകയാൽ നിങ്ങളെല്ലാവരും ഇന്നിരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. അപ്പോ കിലിക്കിയയിലെ തർസോസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോ ഓർഡിനറി സിറ്റി. പ്രസിദ്ധമായ ഒരു നഗരമായിരുന്നു കിലിക്കിയയിലെ തർസോസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന പട്ടണക്കാരനാണെന്ന് പറയുന്നതിൽ തനിക്കൊരു ഒരു അഭിമാനം തന്നെ ഉണ്ടായിരുന്നു. കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനാണ്. ഈ നഗരത്തിൽ വളർന്ന്, കിലിക്കിയയിലെ തർസോസിൽ ജനിച്ചെങ്കിലും തന്റെ വളർച്ചയെല്ലാം യെരുശലേം നഗരത്തിലായിരുന്നു. മാത്രമല്ല, അന്നത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു റബി ആയിരുന്ന, അത് അപ്പോസ്തല പ്രവൃത്തിയില് 5-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 5-33. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അതായത് പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു അവരെ കുറച്ചു നേരം പുറത്താക്കുവാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഗമാലിയേൽ ഒരു ഉപദേശം അവർക്ക് കൊടുക്കുന്നു. അപ്പം ഗമാലിയേലിനെ കുറിച്ച് പറയുന്നത്,
സർവജനത്തിനും ബഹുമാനമുള്ള വ്യക്തിയായിരുന്നു ആര്? ഗമാലിയേൽ എന്ന റബി. ആ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ യെരുശലേം നഗരത്തിൽ ഇരുന്ന് ന്യായപ്രമാണം ശരിക്കും അഭ്യസിച്ച വ്യക്തിയായിരുന്നു ആര്? പൗലോസ്. കിലിക്കയിലെ തർസോസിൽ വളരെ പ്രശസ്തമായ ഒരു പട്ടണത്തിൽ ജനിച്ച വ്യക്തി, യെരുശലേമിൽ വളർന്ന വ്യക്തി, അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും ഈ റബിമാര്, ടീച്ചേഴ്സ്, അവരെ പഠിപ്പിക്കുന്നവരിൽ ഏറ്റവും ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചെന്നോ അല്ലെങ്കിൽ യെയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചെന്നോ ഒക്കെ പറയുന്നത് പോലെ വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് വേണേൽ കണക്ക് കൂട്ടാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനായിട്ടുള്ളത്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, ശതാധിപൻ പറയുന്നു, ഞാൻ വളരെ പണം കൊടുത്താണ് റോമാ പൗരത്വം വാങ്ങിയെന്ന് പറയുന്നു ഞാൻ റോമാ പൗരനായിട്ട് ജനിച്ചവനാണെന്ന് പറയും. പൗലോസിന്റെ പിതാവ് ഒരു കപ്പൽ ഉടമസ്ഥനായിരുന്നു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും പൗലോസ് അത്രയൊന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ തനിക്ക് ജഡത്തിൽ പ്രശംസിക്കാൻ ധാരാളം വകയുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെണ്ണുന്നു. പൗലോസ് അപ്പോസ്തലന് പറയുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും, ഇത്രയെല്ലാം താന് പഠിച്ചിരുന്നെങ്കിലും, തനിക്ക് ഇത്രയെല്ലാം പ്രശംസിപ്പാനുണ്ടെങ്കിലും അതൊന്നും തന്നെ താൻ വലുതായിട്ട് എണ്ണാതെ അതിനെയെല്ലാം ഛേദമെന്നെണ്ണി അതൊക്കെ ഒരു നഷ്ടമാണെന്ന് കണക്കാക്കി അതിനെയെല്ലാം തള്ളിക്കളയുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു നിമിത്തം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഫോർ ദ സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് നോയിങ് ക്രൈസ്റ്റ്, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. പിന്നെ പറയുന്നു, 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സോ ദാറ്റ് ഐ മേ ഗെയിൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിന്, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ. അപ്പൊ പൗലോസ് തനിക്ക് ലാഭമായിരുന്നതൊക്കെയും തന്റെ പ്രശംസകളൊക്കെ വെറും ഛേദമെന്നെണ്ണുവാൻ, ചപ്പെന്നെണ്ണുവാൻ, ചവറെന്നെണ്ണുവാൻ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണും. പൗലോസിന് ഒരു ഗാർബേജ് ബോക്സ് ഉണ്ടായിരുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന് ഒരു വേസ്റ്റ് ഇടുന്ന ഒരു കൊട്ടയുണ്ടായിരുന്നു. ആ വേസ്റ്റ് ഇടുന്ന കൊട്ട താൻ എപ്പോഴും കൊണ്ട് നടന്നു. താൻ ലോകത്തിന്റെ മുമ്പിൽ തനിക്ക് നേട്ടമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതെല്ലാം തന്നെ പൗലോസ് ആ വേസ്റ്റ് കൊട്ടയ്ക്കകത്തുള്ളത്. ആ വേസ്റ്റ് കൊട്ട എപ്പോഴും ഈ തേയിലക്കൊളുന്ത് നുള്ളുന്ന സ്ത്രീകള് തേയിലക്കൊളുന്ത് നുള്ളിയാൽ ഉടനെ അവരുടെ പുറകിൽ ഒരു കൊട്ടയുണ്ട്, ആ കൊട്ടയിലോട്ടായിട്ട് കൊളുന്ത് നുള്ളുമ്പോൾ ഇടും. അതുപോലെ പൗലോസ് ആ കൊട്ടയിലോട്ട് അങ്ങിടും. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനെന്നുള്ളത് വേസ്റ്റ് കൊട്ടയ്ക്കകത്ത്, ബെന്യാമീൻ ഗോത്രക്കാരൻ എന്നുള്ളതും വേസ്റ്റ് കൊട്ടയ്ക്കകത്ത്, ഇസ്രായേൽ ജാതിക്കാരൻ എന്നുള്ളത് വേസ്റ്റ് കൊട്ടയ്ക്കകത്ത്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്നുള്ളത് വേസ്റ്റ് കൊട്ടയ്ക്കകത്ത്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശനാണെന്നുള്ളത് വേസ്റ്റ് കൊട്ടയ്ക്കകത്ത്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം ലഭിച്ച ഗമാലിയേൽ എന്ന വലിയ പ്രശസ്തനായ റബിയുടെ കാൽക്കീഴിൽ ഇരുന്ന് തിരുവചനം പഠിച്ചു, ന്യായപ്രമാണം പഠിച്ചവനെന്നുള്ള ആ വലിയ പണ്ഡിതൻ എന്നുള്ള തൻ്റെ ആ ബഹുമതി മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്നത് വേസ്റ്റ് കൊട്ടയ്ക്കകത്തിട്ടു. മാത്രമല്ല, റോമാ പൗരത്വം, ധാരാളം പണം കൊടുത്ത് എല്ലാവരും സമ്പാദിക്കുന്ന റോമാ പൗരത്വം വേസ്റ്റ് കൊട്ടയ്ക്കകത്ത്. കാരണം എന്താ? യേശു ക്രിസ്തു നിമിത്തം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം. ടു ഗെയിൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നേടേണ്ടതിന്. ടു ബി ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനിൽ ഇരിക്കേണ്ടതിന്, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുവാനായിട്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നത്. നാം എന്തെങ്കിലും പുകഴ്ച നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നുവെങ്കിൽ, എന്തിലെങ്കിലും പുകഴ്ച നാം കണ്ടെത്തുന്നെങ്കിൽ, അവിടെ ജഡത്തിലുള്ള ആരാധനയാണ് നടക്കുന്നത്, അവിടെ ആത്മാവിലുള്ള ആരാധനയല്ല നടക്കുന്നത്. ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം.
പൗലോസിനെ പോലെ നമുക്കൊരു വേസ്റ്റ് കൊട്ടയുണ്ടോ? നമ്മുടെ നേട്ടങ്ങള്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പാരമ്പര്യങ്ങള്, നമ്മുടെ കുടുംബ മഹിമ, നമ്മുടെ പണം, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ ചപ്പന്നെണ്ണുവാൻ, ചവറന്നെണ്ണുവാൻ, വേസ്റ്റ് കൊട്ടയ്ക്കകത്തിടുവാൻ നമുക്ക് കഴിയുമോ? ജഡത്തിൽ പ്രശംസിക്കാതെ. ഇതൊക്കെ ദൈവം തരുന്ന നന്മകൾ തന്നെയാണ്. ഗമാലിയലിന്റെ പാദപീഠത്തിൽ അന്നിരുന്ന് പഠിക്കാൻ കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് തന്നെ ദൈവം പൗലോസിനെ പിൽക്കാല ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. എന്നാൽ അതൊന്നും വിളിച്ചു പറഞ്ഞൊരു പുകഴ്ച എടുക്കുവാൻ പൗലോസ് ഒരിക്കലും ആഗ്രഹിച്ചു. അതൊന്നും അല്ല വലിയ കാര്യം. എനിക്ക് യേശുക്രിസ്തുവിനേക്കുള്ള പരിജ്ഞാനമാണ്. ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുന്നെങ്കിൽ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ച് അവനെ അറിയണം, അവനിൽ ഇരിക്കണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്. എന്റെ ജഡത്തിൽ ഇപ്പോഴുള്ള ഈ ബലഹീനത, ഈ ശൂലം തന്നെ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് നാമാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ, നാമാണ് യഥാർത്ഥത്തിൽ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. എനിക്ക് പുകഴുവാനൊന്നുമില്ല എന്ന് കണ്ടെത്തുന്നതായിട്ടുള്ള പൗലോസ് താൻ എന്നിട്ട് മുന്നോട്ടേക്ക് ഒരു ഓട്ടം ഓടുകയാണ്. ഈ ഓട്ടത്തിലാണ് ഇതെല്ലാം ബിംബിലേക്ക് ഇടുന്നത്. ഐ പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ എന്നാ പറയും, ടുവേർഡ് ദി അപ്വേർഡ് കോൾ. ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ഇലാക്കിലേക്ക് ഓടുകയാണ്. പ്രസ് ഓൺ. അതിനെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ ചിന്തിക്കാം. ഞാൻ പറയട്ടെ, പൗലോസ് തന്റെ വേസ്റ്റ് കൊട്ടയിൽ ഇതെല്ലാം ഇട്ടു. അവസാനമായിട്ട് താൻ കൊല ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് ജഡത്തിൽ പ്രശംസിക്കാതെ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നതായിട്ട് ആരാധനയാണ് യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ആരാധന. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നും തന്നെ നമ്മെ യഥാർത്ഥ ആത്മാവിലുള്ള ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ ജഡത്തിൽ പുകഴുവാനോ ഒരിക്കലും ഇടയാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സത്യ ആരാധനക്കാരായി നമുക്ക് പുകഴുവാനുണ്ട്, പ്രശംസിപ്പാനുണ്ട്, ഒക്കെ കാണും. പക്ഷെ അതെല്ലാം ചവറെന്നും ചപ്പെന്നും എണ്ണുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ, ഇന്നത്തെ വേദ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.